കോട്ടയം മെഡിക്കൽ കോളേജ് സ്ഥാപിക്കാൻ മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ച് മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമാക്കിയ ജോർജ് ജോസഫ് പൊടിപ്പാറയുടെ പേര് മെഡിക്കൽ കോളേജിന് നൽകാൻ ഭരണപക്ഷവും പ്രതിപക്ഷവും താല്പര്യമെടുക്കാത്തത് അദ്ദേഹത്തെ സ്വതന്ത്രനായി ഏറ്റുമാനൂരിലെ ജനങ്ങൾ തെരഞ്ഞെടുത്തതിനാലാണെന്ന് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് ചെയർമാൻ സജി മഞ്ഞക്കടമ്പിൽ പറഞ്ഞു. പാടകശ്ശേരി ഇല്ലത്ത് ശ്രീകുമാരൻ മൂത്തത്, പുളിക്കപ്പറമ്പിൽ വലിയ സാർ, ഇടച്ചേത്ര വർക്കി, വലിയ വീട്ടിൽ പോത്തച്ചൻ, പൊടിപ്പാറ മാണിച്ചൻ, ചാക്കോച്ചൻ എന്നിവരെയും പാലമറ്റം, പ്ലാത്തോട്ടം, പ്ലാക്കിയിൽ, ഉറുമ്പുംകുഴി, തെക്കേടം, മുക്കോച്ചേരി എന്നീ കുടുംബങ്ങളെയും ഏകോപിപ്പിച്ചുകൊണ്ട് 400 ഏക്കർ സ്ഥലം ലഭ്യമാക്കാൻ മുൻകൈയെടുക്കുകയും തന്റെ സ്വന്തം പേരിലുള്ള ഭൂമി കൂടി വിട്ടു നൽകിക്കൊണ്ട് മെഡിക്കൽ കോളേജ് അനുവദിക്കുകയും അന്ന് മന്ത്രിയായിരുന്ന VK വേലപ്പൻ മെമ്മോറിയൽ എന്ന പേരിൽ ബഹുനില മന്ദിരം പണിത് സൗജന്യമായി നൽകുകയും ചെയ്ത ഏറ്റുമാനൂരിന്റെ മുൻ MLA ജോർജ് ജോസഫ് പൊടിപ്പാറയുടെ പേര് മെഡിക്കൽ കോളേജിന് നാമകരണം ചെയ്യാൻ സംസ്ഥാന ഗവൺമെന്റ് നടപടി സ്വീകരിക്കണമെന്ന് സജി മഞ്ഞക്കടമ്പിൽ ആവശ്യപ്പെട്ടു. രോഗികൾക്ക് സൗജന്യമായി നൽകിയിരുന്ന മരുന്ന് വിതരണം പുനരാരംഭിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക്കിന്റെ നേതൃത്വത്തിൽ മെഡിക്കൽ കോളേജ് അങ്കണത്തിൽ നടന്ന പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാർട്ടി ജില്ലാ പ്രസിഡന്റ് ഗണേഷ് ഏറ്റുമാനൂർ മുഖ്യപ്രഭാഷണം നടത്തി. നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷാജി തെള്ളകം അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് ചെയർമാൻ പ്രൊഫസർ ബാലുജി വെള്ളിക്കര, സംസ്ഥാന ഭാരവാഹികളായ മോഹൻദാസ് അമ്പലാറ്റിൽ, അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ മണിമല, കോട്ടയം ജോണി, ലൗജിൻ മാളിയേക്കൽ, ജോയ്സി കാപ്പൻ, ബിജു കണിയമല, രമ പോത്തങ്കോട്, ജില്ലാ ഭാരവാഹികളായ ഷാജിമോൻ പാറപ്പുറത്ത്, ജി ജഗദീഷ്, സുരേഷ് തിരുവഞ്ചൂർ, സോജ പുളിന്താനത്ത്, സന്തോഷ് മുക്കിലിക്കാട്ടിൽ, സന്തോഷ് വള്ളോങ്കുഴി, ബിജു തോട്ടത്തിൽ, മനോജ് മാടപ്പള്ളി, ടോമി താണൂലിൽ, ഗോപകുമാർ VS, സതീഷ് കോടിമത, PB സുരേഷ് ബാബു, കുര്യൻ കണ്ണുംകുളം, രമേശ് VG, PS വിനായകൻ, PK സുരേഷ്, ബൈജു MG, ശ്രീധരൻ നട്ടാശ്ശേരി, പ്രകാശ് മാണി, അഖിൽ ഇല്ലിക്കൽ, ജോർജ് CJ, ശ്രീലക്ഷ്മി എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് പ്രതീകാത്മകമായി കോട്ടയം മെഡിക്കൽ കോളേജിന് ജോർജ് ജോസഫ് പൊടിപ്പാറ മെമ്മോറിയൽ കോട്ടയം മെഡിക്കൽ കോളേജ് എന്ന് ആലേഖനം ചെയ്ത ഫലകം പ്രവർത്തകരുടെ നേതൃത്വത്തിൽ മെഡിക്കൽ കോളേജ് അങ്കണത്തിൽ സ്ഥാപിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റുമാനൂർ MLAയും മന്ത്രിയുമായ VN വാസവന് നിവേദനം നൽകുമെന്നും സജി പറഞ്ഞു. സമാധാനപരമായ ഈ സമരം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് വളരെ ന്യായമായ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ്. ഒന്ന്, ഈ കോട്ടയം മെഡിക്കൽ കോളേജ് ഇവിടെ സ്ഥാപിതമാകുന്നതിന് വേണ്ടി മുൻകൈയെടുത്ത ഇവിടുത്തെ അല്ലെങ്കിൽ ആളുകളെ എല്ലാം ക്രോഡീകരിച്ച് അവരെ യോജിപ്പിച്ചുകൊണ്ട് ഈ മെഡിക്കൽ കോളേജിന് സ്ഥലം ഏറ്റെടുക്കുന്നതിന് മുൻകൈയെടുക്കുകയും അതോടൊപ്പം തന്നെ നമുക്കറിയാം ഈ മെഡിക്കൽ കോളേജ് നിർമ്മിക്കുന്നതിന് വേണ്ടി സ്ഥലം അത് വിട്ടുകൊടുക്കുകയും ചെയ്ത പ്രിയപ്പെട്ട ജോർജ് ജോസഫ് പൊടിപ്പാറ, ആ പൊടിപ്പാറയുടെ പേര് ഈ മെഡിക്കൽ കോളേജിന് നൽകണമെന്ന നാമകരണം ചെയ്യണമെന്ന ആവശ്യമാണ് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടി ഇവിടെ ആവശ്യപ്പെടുന്നത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഇവിടെ ഇന്ന് കോട്ടയം മെഡിക്കൽ കോളേജിന്റെ ശോചനീയാവസ്ഥ. ഈ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇവിടെ പാവപ്പെട്ട രോഗികൾക്ക് മരുന്ന് സൗജന്യമായി വിതരണം ചെയ്യണം. ഇവിടെ TT എടുക്കണമെങ്കിൽ പോലും രോഗികൾ പുറത്തുപോയി മരുന്ന് വാങ്ങിക്കേണ്ട ഗതികേടാണ്. കഞ്ഞിപോലുമില്ലാത്ത അവസ്ഥ കോട്ടയം മെഡിക്കൽ കോളേജിലുണ്ട്. ഒരു രോഗി മരിച്ചാൽ ആ രോഗിയെ മൂക്കിൽ വെക്കാൻ കഞ്ഞി പോലുമില്ലാത്ത അവസ്ഥ ഇന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലല്ല, ഇവിടുത്തെ സംസ്ഥാനത്തെ മുഴുവൻ സർക്കാർ ആശുപത്രിയിലെ അവസ്ഥയാണ്. ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം ഉണ്ടാവാം. ഇവിടെ അല്ലെങ്കിൽ ഇവിടുത്തെ MLA അദ്ദേഹം മന്ത്രി കൂടിയാണ്, അദ്ദേഹം ഇതിനെ മുൻകൈ എടുക്കണം. ഇവിടുത്തെ അതോടൊപ്പം നിയമനങ്ങൾ സ്വകാര്യമാക്കണം. ഇവിടെ ആശുപത്രി വികസന സമിതി എന്ന് പറയുന്ന സംഭവം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇവിടെ ആശുപത്രി വികസന സമിതി കൂടാറില്ല. ഏകപക്ഷീയമായി ഇവിടെ ചില ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ഇവിടുത്തെ ജനപ്രതിനിധികൾ ചേർന്നുകൊണ്ട് ഈ ആശുപത്രി മെഡിക്കൽ കോളേജ് ആശുപത്രിയെ ഇപ്പോൾ ഇവിടുത്തെ ജനങ്ങൾക്ക് പ്രയോജനമില്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടുത്തെ പാവപ്പെട്ട രോഗികൾക്ക് അവർക്ക് സൗജന്യമായി മരുന്ന് വിതരണം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഇവിടെ എത്തുന്ന രോഗികൾക്ക് യഥാസമയം വേണ്ട ചികിത്സ ലഭ്യമാക്കുന്നതിന് വേണ്ടി സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടുന്നത്. എനിക്ക് ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല ആളുകളും ഇവിടെ വന്നവർ പറഞ്ഞു സ്വകാര്യ ആശുപത്രിയിൽ പോകുന്നതിനേക്കാൾ കൂടുതൽ ചെലവ് പല കാര്യത്തിലും കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ വരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ പാവപ്പെട്ടവരെ സേവിക്കാനായിരിക്കുന്ന ഗവൺമെന്റ് കോട്ടയം മെഡിക്കൽ കോളേജ് ചേംബറിൽ നിരവധിയായ ആളുകൾ ഞാൻ ഓർക്കുന്നു നമ്മുടെ ഇവിടെ സ്ഥലം സംഭാവന ചെയ്ത പാടകശ്ശേരി ഇല്ലത്ത് ശ്രീകുമാരൻ മൂത്തത്, പുളിക്കപ്പറമ്പിൽ വലിയ സാറ്, ഇടച്ചേത്ര വർക്കി, വലിയ വീട്ടിൽ പോത്തൻ, പാലമറ്റം, പ്ലാത്തോട്ടം, ബ്ലോക്കിയിൽ, ഉറുമ്പുകുഴിയിൽ, തെക്കേടം, മുക്കാശ്ശേരി, പൊടിപ്പാറ മാണിച്ചൻ, ചാക്കോച്ചൻ തുടങ്ങിയവരെ ചേർന്ന് സംഭാവന ചെയ്ത് 400 ഏക്കർ സ്ഥലത്തിലാണ് സൗജന്യമായി സംഭാവന 400 ഏക്കർ സ്ഥലത്തിലാണ് ഇന്ന് ഈ മെഡിക്കൽ കോളേജ് നിലനിൽക്കുന്നത്. അപ്പൊ ഇത്
ഇപ്പോ ഇവിടെ അധികാരത്തിൽ നിൽക്കുന്നവർ പറയുന്നു അവരുടെയാണ്, അവർ സംഭാവനയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിന് മേൽ പിടിപ്പിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പറയുവാണ്, ഈ സ്ഥലം സംഭാവന ചെയ്ത അല്ലെങ്കിൽ ഇതിനുവേണ്ടി പ്രവർത്തിച്ച ആളുകളെ അനുസ്മരിച്ച് അല്ലെങ്കിൽ വിസ്മരിച്ചുകൊണ്ട് ഈ ആശുപത്രി മുന്നോട്ട് പോകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ പ്രേമനെ നിർമ്മിപ്പിക്കുന്നില്ല. ഈ ആശുപത്രിക്ക് ജോർജ് ജോസഫ് പൊടിപാറ എന്ന മെമ്മോറിയൽ ആക്കണമെന്ന് ആവശ്യമുന്നയിച്ചുകൊണ്ട് ഞങ്ങൾ ജോർജ് ജോസഫ് പൊടിപാറയുടെ ഫോട്ടോ